യമൻ കടലിൽ ഇപ്പോൾ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. അവിടെ 154 അഭയാർത്ഥികളുമായി പോയ ഒരു ബോട്ട് ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് മുങ്ങിയതല്ല, ഇത് മുക്കിയതാണ് എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? യമനിലെ ബോട്ട് മുങ്ങിയ 64 പേരാണ് നിലവിൽ ഈ വാർത്ത ഞാൻ എടുക്കുമ്പോൾ വരെ മരിച്ചിരിക്കുന്നത്. യമൻ കടലിൽ ബോട്ട് മറിഞ്ഞ് 68 ആഫ്രിക്കൻ അഭയാർത്ഥികൾ മുങ്ങി മരിച്ചതായും 74 പേരെ കാണാതായതായും ഐക്യരാഷ്ട്രസഭയുടെ മൈഗ്രേഷൻ ഏജൻസിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും യമന്റെ സൈഡിൽ കൂടിയാണ് ബോട്ട് പോയിരിക്കുന്നത്. ഹൂത്തി വിമതരാണ് ഈ ബോട്ട് മുക്കിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 154 എത്യോപ്യക്കാർ സഞ്ചരിച്ചിരുന്ന ഒരു ബോട്ടാണ് ഇന്നലെ രാത്രി വൈകി യമനിലെ അബ്യാൻ കടലിൽ മുങ്ങിയതായി ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത്. യമനിലെ അബ്യാൻ കടലിൽ 154 എത്യോപ്യക്കാരുമായി പോയ ഒരു ബോട്ട് മുങ്ങിയതായും അതിൽ 12 പേരെ രക്ഷപ്പെടുത്തിയതായും യമനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ മേധാവി അബ്ദുൾ സദർ സോയിവാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഖാൻഫാർ ജില്ലയിലെ തീരത്ത് 54 അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും മൃതദേഹങ്ങൾ കരയ്ക്കടിഞ്ഞിട്ടുണ്ട്. 14 പേരുടെ മൃതദേഹങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തി. 74 പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. എല്ലാ മൃതദേഹങ്ങളും സംസ്കരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പ്രാദേശിക ഭരണകൂടം ചെയ്യുന്നുണ്ടെന്ന് സാൻസിബാർ ഹെഡ് ഓഫീസ് ഡയറക്ടർ അബ്ദുൾ ഖാദർ ബജാമിൽ പറഞ്ഞു. മരിച്ച എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഷക്ര പട്ടണത്തിന് സമീപമാണ് സംസ്കരിക്കുക. മറുവശത്ത് കാണാതവർക്കായിട്ടുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. ഇവർ യൂറോപ്പിലേക്ക് നുഴഞ്ഞു കയറാനായി പോയ കുടിയേറ്റക്കാരാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും യമനിൽ നിന്ന് ആഫ്രിക്കൻ കൊമ്പിലേക്ക് പോകുന്ന ജലപാത വളരെ അപകടകരമാണ്. അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും ഇരു ദിശകളിലേക്കും സഞ്ചരിക്കാവുന്ന ഒരു സാധാരണ കടൽപാതയാണിത്. പക്ഷേ ഇത് അപകടകരമാണ്. 2014 ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ യമനികൾ പലായനം ചെയ്യാൻ ഈ പാതയാണ് ഉപയോഗിച്ചു വരുന്നത്. മറുവശത്ത് ആഫ്രിക്കയിലെ പ്രത്യേകിച്ച് സൊമാലിയയിലെയും എത്യോപ്യയിലെയും സംഘർഷങ്ങളിൽ നിന്നും പലായനം ചെയ്യുന്ന ചിലർ യമനിൽ അഭയം തേടി അവർ ഈ കടൽപാത ഉപയോഗിക്കുന്നു. IOM അനുസരിച്ച് ഈ കടൽപാത ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും അപകടകരമായതുമായ ഒരു കുടിയേറ്റ കടൽപാതകൾ ഒന്നാണെന്നാണ് മനസ്സിലാകുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരാണ്, കുടിയേറ്റക്കാരാണ് ഈ കടൽപാതയിൽ മുങ്ങി മരിച്ചിരിക്കുന്നത്. IOMന്റെ കണക്കുകൾ അനുസരിച്ച് 2024 60,000-ലധികം അഭയാർത്ഥികൾ യമനിൽ നിന്ന് ചാടിയിട്ടുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ 2 വർഷത്തിനിടെ ആയിരക്കണക്കിന് ആളുകൾ വളരെ അപകടകരമായിട്ടുള്ള കടൽപാത കാരണം മുങ്ങി മരിച്ചു. കഴിഞ്ഞ വർഷം മാത്രം ഈ പാതയിൽ 558 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.